ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ മക്കളുടെ കേരള പാഠാവലിയുടെ, അതായത് മലയാളം ഫസ്റ്റിൻ്റെ നമ്മളുടെ വാർഷിക പരീക്ഷയുടെ ചോദ്യ പേപ്പറാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD 5 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അത് ലഭിക്കുന്നതാണ് കേട്ടോ. ഇനി ചോദ്യപേപ്പറുകൾ മാത്രം മതിയെങ്കിൽ STD 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പ്രവർത്തനം 1. കാശ്മീരിലെ വിശാലമായ ശുദ്ധജല തടാകമാണ് ദാൽ. ഇതിനു ചുറ്റുമാണ് ശ്രീനഗർ നഗരം സ്ഥിതി ചെയ്യുന്നത്. ചലം നദി ഇതിൽ നിന്ന് ഉത്ഭവിക്കുന്നു. കാശ്മീർ താഴ്വരയിലെ അനേകം തടാകങ്ങളുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. 18 ചതുരശ്ര കിലോമീറ്ററാണ് തടാകത്തിൻ്റെ വിസ്തൃതി. മഞ്ഞുകാലത്ത് ഈ തടാകം മുഴുവൻ തണുത്തുറഞ്ഞ് മഞ്ഞുകട്ടയായി മാറും. ഹിമഗിരികളുടെ മധ്യത്തിൽ സ്ഫടിക സമാനമായ ജലസമൃദ്ധിയോടെ സ്ഥിതി ചെയ്യുന്ന ഇത് ലോകപ്രസിദ്ധ വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതാനും ചോദ്യങ്ങൾ നോക്കാം. ഇവിടെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? എന്തിനെ കുറിച്ചാണ് മക്കളെ? ദാൽ എന്നുള്ള തടാകത്തെക്കുറിച്ചാണ് അല്ലേ. ലോകപ്രസിദ്ധ വിനോദസഞ്ചാര കേന്ദ്രമാണ് അത്. ഏത്? ദാൽ തടാകം മഞ്ഞുകാലത്ത് തണുത്തുറഞ്ഞ് മഞ്ഞുകട്ടയായി മാറുന്നു. ഇതാണ് പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായി മാറുന്നത്. ചോദ്യം 3. ഇതിൻ്റെ വിസ്തൃതി എത്രയാണ്? 18 ചതുരശ്ര കിലോമീറ്റർ. ചോദ്യം 4. ഈ വിശാലമായ ശുദ്ധജല തടാകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാശ്മീരിലാണ് അല്ലേ. ചോദ്യം 5. ഈ കുറിപ്പിന് ഒരു ശീർഷകം നൽകുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ശീർഷകം നൽകാം. കാശ്മീരിലെ സ്വർഗം, അതാണ് ഞാൻ കൊടുത്തിരിക്കുന്ന ശീർഷകം കേട്ടോ. പ്രവർത്തനം 2. ഈ ലോകം വീക്ഷിക്കും നിൻ കരളിൽ നൂലറ്റു പോകാതിരിക്കുകയെന്നും മാനവനെന്നും വഴക്കടിച്ചു കോലം കെടുത്തിയ പാരിൽ നിന്നും പാവന ചിന്താ നഭസ്സിൽ മീതെ പാറട്ടെ എന്നുമെൻ കൊച്ചുപട്ടം. പട്ടം പറക്കട്ടെ എന്നുള്ള കവിതയിലെ വരികളാണല്ലേ. ഈ വരികൾ ശ്രദ്ധിച്ചു വായിക്കൂ. ലോകത്തെ വീക്ഷിക്കുന്ന പട്ടം, പട്ടത്തിൻ്റെ കരൾ, കരളിൻ്റെ നൂൽ, മാനവൻ വഴക്കടിച്ചു കോലം കെടുത്തിയ പാര്, പാവന ചിന്താ നഭസ് അഥവാ നല്ല ചിന്തകളുടെ ആകാശം. പട്ടത്തെക്കുറിച്ച് മാത്രമാണോ ഈ വരികളിൽ പറയുന്നത്? ഈ കൊച്ചുപട്ടം മറ്റെന്തെങ്കിലുമാണോ? ഭൂമിയിലെ എല്ലാവരെയും ഒന്നായി കാണാൻ പട്ടത്തിന് കഴിയും. നമുക്കതിന് കഴിയുന്നുണ്ടോ? നമ്മുടെ മനസ്സും പട്ടം പോലെയായി മാറിയാലോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. തുടർന്ന് വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഈ വരികളെ കുറിച്ച് ഒരു വിശകലന കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പട്ടം പറപ്പിക്കട്ടെ എന്ന കവിതയിലെ ഈ വരികളിൽ പട്ടത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, മറിച്ച് ഒരുമയെയും സമത്വത്തെയും കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ലോകം ഒട്ടേറെ വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. ഈ വൈവിധ്യങ്ങൾക്കിടയിലും അവയെ ചേർത്തു പിടിക്കുന്ന ഒരു നൂലുണ്ട്. ഈ നൂലിൻ്റെ ചലനത്തിനനുസരിച്ചാണ് വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഏകലോകമാകുന്ന പട്ടം ചലിക്കുന്നത്. ഉയർന്നു പറക്കുമ്പോഴും വലിച്ചടിപ്പിക്കുന്ന എന്തോ ഒന്ന് ഈ പട്ടത്തിലുണ്ട്. ഇങ്ങനെ ഉയർന്നു പറക്കുന്ന പട്ടത്തെ, അതായത് ഏകലോകമാവുന്ന പട്ടത്തെ ഭൂമിയിലെ യാഥാർത്ഥ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്നത് ലോകം ഒന്നാണ് എന്നുള്ള ബോധമാണ്. ഈ ബോധമാണ് പട്ടത്തെ അകലെ നിൽക്കുമ്പോഴും അടുപ്പിക്കുന്നത്. മനുഷ്യർ പരസ്പരം വഴക്കടിച്ചു കോലം കെടുത്തിയ ഭൂമിയിൽ നിന്ന് നല്ല ചിന്തകളുടെ ആകാശത്താണ് പട്ടം പറക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ പട്ടം നല്ല മനസ്സിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പുതുതലമുറയ്ക്ക് വേണ്ടിയുള്ള ഒട്ടേറെ നല്ല ചിന്തകൾ അതിലുണ്ട്. പ്രവർത്തനം 3. 2 കുട്ടികളും പിറ്റേന്ന് പ്രഭാതത്തിലാണ് എത്തിയത്. മരിച്ചു കിടക്കുന്ന കിളിയെ നോക്കി അവർ വിലപിച്ചു. ഒരു ശവക്കുഴി ഉണ്ടാക്കി അത് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചു. ദുഃഖിതരായ കുട്ടികളിലെ ഒരു കുട്ടി അന്നേ ദിവസം എഴുതാനിടയുള്ള ഡയറി കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം തീയതിയും ദിവസവും ഏതാണെന്ന് എഴുതുക. എന്നിട്ട് നിങ്ങൾ കാര്യങ്ങൾ എഴുതി തുടങ്ങുക. ഇന്നലെ മുറ്റത്തേക്ക് കളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് മുറ്റത്തെ മാങ്കൊമ്പിൽ മനോഹരമായ ഒരു കിളി ഇരിക്കുന്നത് കണ്ടത്. അപ്പുവിനോട് ചോദിച്ചപ്പോൾ അവനാണ് പറഞ്ഞത് അത് വാനമ്പാടിയാണ് എന്ന്. കുറേ നേരം ഞങ്ങൾ രണ്ടുപേരും അതിനെ നോക്കി നിന്നു. അത് മനോഹരമായ പാട്ട് പാടുന്നുണ്ടായിരുന്നു. അതിൻ്റെ പാട്ടും ഭംഗിയും കണ്ടപ്പോൾ അതിനെ പിടിച്ചേക്കാമെന്ന് ഞങ്ങൾ കരുതി. വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ മാങ്കൊമ്പിൽ പിടിച്ചു കയറി ആ കിളിയെ പിടിച്ചത്. ആ വാനമ്പാടിയെ ഞങ്ങൾ അപ്പോൾ തന്നെ മനോഹരമായ ഒരു കൂട്ടിലടച്ചു. അവൾക്ക് കഴിക്കാനായി തൊടിയിലെ അങ്ങേയറ്റത്തുള്ള ഒരു ഡെയ്സി ചെടിയുടെ ഏതാനും കമ്പും പൂക്കളും കൂട്ടിൽ വെച്ചു കൊടുത്തു. ആ ദിവസം ഞങ്ങൾ അമ്മയുടെ വീട്ടിലേക്ക് പോയതുകൊണ്ട് അന്ന് കിളിയെയും ചെടിയെയും ശ്രദ്ധിക്കാനേ പറ്റിയില്ല. ഇന്ന് രാവിലെയാണ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. വീട്ടിലേക്ക് കയറിയതും ആദ്യം ചെന്ന് നോക്കിയത് കിളിക്കൂടായിരുന്നു. കിളിക്കൂട്ടിലെ കാഴ്ച കണ്ട് എൻ്റെ ചങ്ക് പൊട്ടി. ഞങ്ങൾ പിടിച്ച മനോഹരമായ ആ വാനമ്പാടി കിളി ചത്തു കിടക്കുകയായിരുന്നു കൂട്ടിൽ. എനിക്കും അപ്പുവിനും സങ്കടം വന്നു. ഞങ്ങൾ രണ്ടുപേരും കരഞ്ഞു. കിളിയുടെ തണുത്ത മരവിച്ച ശരീരം ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒരു ചുവന്ന പെട്ടിയിലാക്കി.
എന്നിട്ട് ഒരു ശവക്കുഴി ഉണ്ടാക്കി അതിലേക്ക് ഇറക്കി വെച്ചു. ആ ശവക്കുഴി പൂക്കൾ കൊണ്ട് അലങ്കരിച്ചു. കിളിയുടെ കൂട്ടിൽ വച്ച ഡെയ്സി പൂക്കളും കരിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഡെയ്സി പൂക്കളെ ഞങ്ങൾ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് സങ്കടത്തോടെ വീട്ടിനകത്തേക്ക് കയറിപ്പോയി. ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു സാഹസം ഞങ്ങൾ കാണിക്കില്ല എന്ന് തീരുമാനിച്ചു. ഇതിലെ ചോദ്യം ബി നോക്കൂ. പൂന്തോട്ടം എന്ന് അർത്ഥം വരാത്ത പദം ഏതാണ്? ഉപവനം, ആരാമം, വനം. നമുക്കറിയാം ഏതാണ്? വനം എന്നാണല്ലേ. വനത്തിനർത്ഥം കാട് എന്നാണ്. പ്രവർത്തനം 4. ഞാൻ ആദ്യമായി നീരുറവ കണ്ടത് അമ്മയുടെ കണ്ണിൽ നിന്നാണ്. ഈ വരിയുടെ ആശയം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അതിന് മുന്നേ ആയി ബി ചോദ്യം നോക്കാം. പദം പിരിച്ചെഴുതുക. കുട്ടിയുടെ ഓലക്കൈ. കുട്ടിയുടെ എന്നുള്ളത് എങ്ങനെ പിരിച്ചെഴുതാം? കുട്ടി പ്ലസ് ഉടെ, കുട്ടിയുടെ. പിന്നെ ഓലക്കൈ, ഓല അധികം കൈ, ഓലക്കൈ. ഇനി ഈ ചോദ്യത്തിന് നമുക്ക് ഉത്തരം എഴുതാം. അമ്മ എന്നത് ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും പ്രതീകമാണ്. എത്ര ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അമ്മ അത് ആരെയും അറിയിക്കാറില്ല. എന്തിനേറെ പറയുന്നു, ഒന്ന് കരയാൻ പോലും ചിലപ്പോൾ അമ്മയ്ക്ക് സമയമുണ്ടാവാറില്ല. ഇവിടെ അമ്മയുടെ കണ്ണുനീരിനെയാണ് കുട്ടി നീരുറവയായി പറഞ്ഞിരിക്കുന്നത്. വെള്ളം വറ്റാത്ത സ്രോതസ്സിനെയാണ് നമ്മൾ ഉറവ എന്ന് പറയുക. ഇവിടെ കണ്ണീരിൻ്റെ ഒരു ഉറവയാണ് അമ്മ എന്ന് പറയുന്നതിലൂടെ അമ്മയുടെ കണ്ണുനീർ ഒരിക്കലും തോരലില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. പ്രവർത്തനം 5. ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. കവി പി കുഞ്ഞിരാമൻ നായരുടെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. നമുക്ക് ഹിൻസ് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ജനനം ഒക്ടോബർ 4, 1905, കാഞ്ഞങ്ങാട്, കേരളം, ഇന്ത്യ. മരണം മെയ് 27, 1978, തിരുവനന്തപുരം വെച്ച്. തൊഴിലെന്തായിരുന്നു? കവി, അധ്യാപകൻ, പത്രപ്രവർത്തകൻ. കൃതികൾ: കവിയുടെ കാൽപ്പാടുകൾ, എന്നെ തിരയുന്ന ഞാൻ, താമരത്തോണി, നിത്യകന്യകയെ തേടി. പുരസ്കാരം: മദ്രാശി സർക്കാർ അംഗീകാരം, കേരള സാഹിത്യ അക്കാദമി അവാർഡ്. താമരത്തോണിക്ക് സാഹിത്യ അക്കാദമി അവാർഡ്, നീലേശ്വരം രാജാവിൽ നിന്ന് ഭക്തകവി ബിരുദം. ഇനി നമുക്ക് ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാം. 1905 ഒക്ടോബർ 4 കേരളത്തിലെ കാഞ്ഞങ്ങാട് എന്ന സ്ഥലത്താണ് പ്രശസ്ത കവി പി കുഞ്ഞിരാമൻ നായർ ജനിച്ചത്. കവി എന്നതിലുപരി അദ്ദേഹം അധ്യാപകനായും പത്രപ്രവർത്തകനായും പ്രവർത്തനമനുഷ്ഠിച്ചിട്ടുണ്ട്. കവിയുടെ കാൽപ്പാടുകൾ, എന്നെ തിരയുന്ന ഞാൻ, താമരത്തോണി, നിത്യകന്യകയെ തേടി എന്നിവയാണ് പ്രധാന കൃതികൾ. മദിരാശി സർക്കാർ അംഗീകാരം, കേരള സാഹിത്യ അക്കാദമി അവാർഡ് തുടങ്ങിയവ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ താമരത്തോണി എന്ന കൃതിക്ക് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ നീലേശ്വരം രാജാവിൽ നിന്ന് ഭക്തകവി ബിരുദവും നേടി. 1978 മെയ് 27 തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു മരണം. പ്രവർത്തനം 6. ചോദ്യം എ. എല്ലാ ജീവികളും ഭൂമിയുടെ അവകാശികളാണ് എന്ന ബഷീറിൻ്റെ കാഴ്ചപ്പാട് നീർനാഗം എന്ന കഥയിലും കാണാം. കഥ വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. ചോദ്യം ബി അതിനു മുന്നേറ്റ് നമുക്ക് ചെയ്യാം. എല്ലാറ്റിനും എടുപിടിയെന്ന് ഉത്തരം പറഞ്ഞു. എടുപിടിയെന്ന് എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? പെട്ടെന്ന് എന്നാണ് കേട്ടോ അർത്ഥം. ചോദ്യം സി. മുറ്റത്തുണ്ടൊരു പോലീസ് കളവും തേടി നടക്കുന്നു. ഈ കടങ്കഥയ്ക്ക് ഉത്തരം എഴുതുക. ഉത്തരം കോഴിയാണ്. ഇനി നമുക്ക് ചോദ്യം എയുടെ ഉത്തരം ചെയ്തു നോക്കാം. പ്രകൃതിയെ ഒരുപാട് സ്നേഹിച്ച എഴുത്തുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിൻ്റെ അതിമനോഹരമായൊരു കഥയാണ് നീർനാഗം. പ്രകൃതിയെ സ്നേഹിക്കുന്ന പല കഥാപാത്രങ്ങളെയും നമുക്കതിൽ കാണാം. ബഷീറിൻ്റെ ബാപ്പയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരാൾ. ബഷീറിനെ നല്ലൊരു പ്രകൃതി സ്നേഹിയാക്കിയത് തൻ്റെ ബാപ്പയാണെന്ന് നമുക്ക് കഥ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. കുട്ടിയായിരിക്കുമ്പോൾ ഒരിക്കൽ നീർക്കോലിയെ പിടിച്ച് ഇറയത്ത് തൂക്കിയിട്ട ബഷീറിനോട് അതിനെ എടുത്ത് തിരികെ കുളത്തിൽ തന്നെ കൊണ്ടുപോയി ഇടുമ്പോൾ ബാപ്പ പറയുന്നൊരു കാര്യമുണ്ട്: അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒന്നിനെയും കാരണം കൂടാതെ ദ്രോഹിക്കരുത്. ഇതുതന്നെയാണ് പ്രകൃതിയെ സ്നേഹിക്കുന്നവർ ആദ്യം പഠിക്കുന്ന പാഠം. ബാപ്പ കൊടുത്ത ഈ പാഠം പഠിച്ചാണ് ബഷീർ വലുതായത്. അതുകൊണ്ട് തന്നെ ഒരു പ്രകൃതി സ്നേഹി ആവാനല്ലാതെ ബഷീറിന് സാധിച്ചിട്ടുമില്ല. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ മക്കളെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് തന്നിട്ടുള്ളതൊക്കെ. എന്ത് ചെയ്യുക, നല്ലതുപോലെ വീഡിയോ കണ്ട് മനസ്സിലാക്കിയിട്ട് ക്വസ്റ്റ്യൻസിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ മക്കൾക്കും ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. 5ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ ചോദ്യപേപ്പർ നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യാം. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്